അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി പുഡിങ്ങാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു പുഡിങ്ങാണ്. ക്യാരറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിന് ഞാനൊരു കിലോ ക്യാരറ്റ് വാങ്ങിയിട്ട് അതിൽ 2 ക്യാരറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഇതുപോലെ ഒന്ന് പീൽ ചെയ്തെടുക്കുക. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 2 വിസിലടിച്ചിട്ട് ഓഫ് ചെയ്താൽ മതി. പിന്നെ ആ 2 ക്യാരറ്റ് മാറ്റി വെച്ചില്ലേ, അതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചീകിയെടുക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഇതിലിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇളക്കി കൊണ്ടേ ഇരിക്കുക. നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ 3 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ വഴറ്റിയെടുക്കുക. ഇങ്ങനെ ഇളക്കി കൊണ്ടേ ഇരിക്കട്ടോ. ഇപ്പോൾ ഏകദേശം ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കളറൊക്കെ മാറിയിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്ത് നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ ക്യാരറ്റൊക്കെ വെന്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഞാനിതിലേക്ക് 30 ഗ്രാം ചൈന ഗ്രാസാണ്. 10 ഗ്രാമിൻ്റെ പാക്കാണിത്. അങ്ങനെ 3 പാക്കാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് അതിലേക്കൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്താനായിട്ട് വെക്കുക. ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുക. പിന്നെ 3 പാക്ക് പാലാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ആ പാല് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ക്യാരറ്റ് ഒഴിച്ച് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ മിൽക്ക് മെയ്ഡിൻ്റെ 3/4 ടിന്ന്, ഒരു വലിയ മിൽക്ക് മെയ്ഡിൻ്റെ 3/4 ടിന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി മിക്സ് ആയതിനു ശേഷം നമുക്കിത് അടുപ്പിലേക്ക് മാറ്റാം. അടുപ്പിൽ വെച്ചിട്ട് മീഡിയം തീയിലിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അടുത്ത അടുപ്പിൽ നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് ഉരുക്കിയെടുക്കണം. ഇതൊന്ന് ഇതുപോലെ ഇളക്കി ഒന്ന് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ചൈന ഗ്രാസ് കുറച്ചൊന്ന് ലൂസായി വന്നിട്ടുണ്ട്. ഇത് നോക്കുമ്പോഴേക്കും മറ്റേ അടുപ്പ് ശ്രദ്ധിക്കണം, അടിയിൽ കരിഞ്ഞു പോകരുത്. അടിയിൽ പിടിച്ചാൽ പിന്നെ നമ്മളെ പുഡിങ്ങിൻ്റെ ടേസ്റ്റേ മാറും. പിന്നെ ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതൊരു പാകത്തൊരു മധുരമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം ഇവിടെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇനി തീ ഓഫ് ചെയ്യാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ലപോലെ ഒന്നുകൂടെ ഇളക്കുക. ഇതിലേക്ക് ഞാനൊരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ലാസ്റ്റാണ് ചെയ്തത്. നന്നായി ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇത് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ചെറുതായി ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി നമ്മളെ വഴറ്റി ഒന്ന് മൂപ്പിച്ച് വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലെ ഒന്നിട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. തണുത്തതിന് ശേഷം നമുക്കെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് പുഡിങ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ്.